Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അയ്യമ്പുഴയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ കയറ്റിറക്ക് തൊഴിലാളികളുടെ വേറിട്ട പ്രതിഷേധം. മുതലാളിത്തത്തിന് എതിരെ തൊഴിലാളി വർഗം നടത്താറുള്ള പതിവ് സമരമല്ല, തൊഴിലാളികളെ വിറ്റുതിന്ന് തടിച്ചു കൊഴുത്ത ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് എതിരെയായിരുന്നു ഈ പ്രതിഷേധം. മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതേയുള്ളൂ. ഈ വർഷം തൊഴിലാളി ദിനം ആഘോഷിക്കാൻ അയ്യമ്പുഴ പഞ്ചായത്തിലെ തൊഴിലാളികൾക്ക് കഴിഞ്ഞില്ല. തൊഴിൽ ഇല്ലാതെ എന്ത് തൊഴിലാളി ദിനം എന്നാണ് ഇവർ ചോദിക്കുന്നത്. അതേസമയം അയ്യമ്പുഴ പഞ്ചായത്ത് അടക്കം ഉൾപ്പെടുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ മേഖലയിൽ തൊഴിൽ ദിനങ്ങളുടെ ചാകരക്കാലമാണ്. പ്ലാന്റേഷൻ പ്രദേശത്തെ 1 ലക്ഷത്തോളം വരുന്ന റബ്ബർ, തേക്ക് മരങ്ങളാണ് കരാർ കൊടുത്ത് മുറിച്ചു കൊണ്ടുപോകുന്നത്. ഇതിനായി 100 കണക്കിന് ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുന്നു. 100 കണക്കിന് തൊഴിലാളികൾ ലോറികളിൽ മരത്തടികൾ കയറ്റി നല്ലൊരു കൂലി കൈപ്പറ്റുകയും ചെയ്യുന്നു. എന്നാൽ ഇതിലൊരാൾ പോലും അയ്യമ്പുഴക്കാരില്ല. മരം മുറി കരാർ എടുത്തിരിക്കുന്ന തൃശ്ശൂരുകാർ അവരുടെ നാട്ടിൽ നിന്നും അയ്യമ്പുഴയ്ക്ക് പുറത്തുള്ള മറ്റു പഞ്ചായത്തുകളിൽ നിന്നുമുള്ളവരെ കൊണ്ടുവന്നാണ് പണി ചെയ്യിക്കുന്നത്. മരം കയറ്റി ലോറികൾ കടന്നുപോകുന്നത് നോക്കി റോഡരികിലെ പീഡികത്തിണ്ണയിലിരുന്ന് നെടുവീർപ്പിടുകയാണ് നാട്ടിലെ തൊഴിലാളികൾ. INTUC, CITU, AITUC എന്നീ ട്രേഡ് യൂണിയനുകളാണ് ഇവിടെയുള്ളത്. പേര് തൊഴിലാളി യൂണിയൻ എന്നാണെങ്കിലും ഒരു യൂണിയൻ നേതാക്കളും ഇവരോടൊപ്പമില്ല. തൊഴിലാളിയുടെ പേരും പറഞ്ഞ് മുതലാളിമാരുടെ മാളത്തിൽ ചെന്ന് കിട്ടുന്നതും വാങ്ങി തലയിൽ മുണ്ടിട്ട് മടങ്ങുകയാണ് യൂണിയൻ നേതാക്കൾ. തൊഴിലാളികളെ വിറ്റു തിന്നുന്ന ശിഖണ്ഡികൾ എന്നാണ് പ്രതിഷേധക്കാർ ഇക്കൂട്ടരെ വിശേഷിപ്പിക്കുന്നത്. 2024 കരാറിൽ തൊഴിലാളികൾക്ക് അതേവരെ നൽകി വന്ന ഭക്ഷണം പോലും നിഷേധിക്കുന്ന മനുഷ്യത്വരഹിതമായ നടപടിയും ഉണ്ടായി. യൂണിയൻ നേതാക്കളുടെ ഒത്താശയോടെ നടക്കുന്ന ഈ ചൂഷണത്തിനെതിരെയാണ് തൊഴിലാളികൾ സംയുക്തമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. അയ്യമ്പുഴ ജംഗ്ഷനിൽ നിന്ന് കട്ടിംഗ് കവലയിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. സംയുക്ത തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്, ജനകീയ തൊഴിൽ സമരം സിന്ദാബാദ്, ജനകീയ തൊഴിൽ സമരം സിന്ദാബാദ്. അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ, അനീതിക്കെതിരെ പോരാടാൻ, അനീതിക്കെതിരെ പോരാടാൻ, അനീതിക്കെതിരെ പോരാടാൻ, അനീതിക്കെതിരെ പോരാടാൻ, തൊഴിൽ മേഖലയെ പിടിച്ചു നിർത്താൻ, തൊഴിൽ മേഖലയെ പിടിച്ചു നിർത്താൻ, തൊഴിൽ മേഖലയെ പിടിച്ചു നിർത്താൻ, തൊഴിൽ മേഖലയെ പിടിച്ചു നിർത്താൻ, തൊഴിലാളികളെ സംരക്ഷിക്കാൻ, തൊഴിലാളികളെ സംരക്ഷിക്കാൻ, തൊഴിലാളികളെ സംരക്ഷിക്കാൻ, തൊഴിലാളികളെ സംരക്ഷിക്കാൻ, സംയുക്ത തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്, സംയുക്ത തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്, സംയുക്ത തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. INTUC, CITU, AITUC യൂണിയനുകളിൽപ്പെട്ട തൊഴിലാളികൾ ഒരു സംഘടനയുടെയും കൊടി ഉപയോഗിക്കാതെയാണ് പ്രകടനം നടത്തിയത്. അയ്യമ്പുഴ പഞ്ചായത്തിലെ 10 യൂണിറ്റുകളിൽപ്പെട്ട തൊഴിലാളികൾ പ്രകടനത്തിൽ അണിചേർന്നു. യൂണിറ്റ് ലീഡർമാരായ VP ഡേവിസ്, MP ജിജോ, VP സാജു, ജോസഫ് തളിയൻ, ബെന്നി തോമസ്, KP വിൽസൺ, KJ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടിംഗ് കവലയിൽ ചേർന്ന വിശദീകരണ യോഗം തൊഴിലാളി കുടുംബാംഗം അഡ്വക്കേറ്റ് ജിസ്ന സജീവ് ഉദ്ഘാടനം ചെയ്തു. അനീതിക്കെതിരെയാണ് നമ്മളോട് ഓരോരുത്തരും ശബ്ദം ഉയർത്തുന്നത്. നിങ്ങളോട് ഓരോരുത്തരും പറയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ നമ്മുടെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് G പ്രകാരം ഓരോ ഇന്ത്യൻ പൗരനും അവരുടെ സ്വന്തം ദേശത്ത് തൊഴിലെടുക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ധാരാളം നിയമങ്ങൾ നമ്മുടെ ഓരോ തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്നുണ്ട്. ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഓരോ സമയത്തും ഓരോ ഇടങ്ങളിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു പ്രശ്നമാണ് നമ്മളിപ്പോ നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ അയ്യമ്പുഴയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ നിയമങ്ങളും ഇങ്ങനെ കാറ്റിൽ പറത്തുമ്പോൾ നമ്മൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. PA പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു. TE ടോമി, PV രവി, വിൽസൺ അയ്യമ്പുഴ എന്നിവർ പ്രസംഗിച്ചു. മരങ്ങൾ മുറിച്ചു കടത്തുന്നതിലും വലിയ ക്രമക്കേടുകൾ നടക്കുന്നതായും പ്രതിഷേധക്കാർ പറയുന്നു.
ഈ വണ്ടി ഒന്നും തടുക്കരുത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വണ്ടി എടുക്കാനുള്ള, ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോകാൻ തയ്യാറായി. പോലീസ് ആ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യാൻ, ഞങ്ങൾ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ, പോലീസിന് ഹാൻഡ് ഓവർ ചെയ്ത് ഞങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറായപ്പോൾ ബഹുമാനപ്പെട്ട കോൺട്രാക്ടർ എന്താ ചെയ്തെന്നറിയാമോ? അയ്യമ്പുഴ പോലീസിനെയും വഞ്ചിച്ചുകൊണ്ട് അവിടെ കിടക്കുന്ന പ്ലാന്റേഷനിൽ കിടക്കുന്ന 7 വണ്ടികൾ ഇന്ന് രാത്രി 8 മണി കഴിഞ്ഞ് നമ്മളവിടെ നിൽക്കുകയാണ് കന്യാകുമാരത്ത്. ആ പ്ലാന്റേഷനിൽ കിടന്ന 7 വണ്ടികളും പോകില്ല എന്ന് പറഞ്ഞ വണ്ടികൾ എല്ലാം തന്നെ പോസ്റ്റ് ഓഫീസ് വഴി തിരിച്ചുവിട്ട് അതിരപ്പള്ളി പഞ്ചായത്തിലൂടെ കയറി ചാലക്കുടിക്ക് പോകാൻ ശ്രമിക്കുക. ഈ വിവരം നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലാവരും കൂടി ആ പ്ലാന്റേഷനകത്തേക്ക് 2 വീലർ ഓടിച്ചു പോവുകയും അവിടെ ചെന്ന് ആ വണ്ടിയൊന്നും നമ്മൾ അറിഞ്ഞില്ല. നേരെ നമ്മൾ വെള്ളപ്പാറ പാലത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേന് ഈ വണ്ടിക്കാർക്ക് മനസ്സിലായല്ലോ ഇത്രയും 2 വീലർ ഒരുമിച്ച് രാത്രി പോകുമ്പോൾ പ്രശ്നമാണെന്നുള്ളത്. ഉടനെ തന്നെ 2ന്റെ കവലയ്ക്ക് എല്ലാ വണ്ടിയും ഒതുക്കി. ആ വണ്ടികൾ ഒതുക്കി അവിടെ പോലീസും നമ്മുടെ കൂടെ പോലീസും വരുന്നുണ്ട്. അങ്ങനെ ആ വണ്ടി ഒതുക്കി ആ വണ്ടി തിരിച്ച് അവിടുന്ന് വീണ്ടും കൂപ്പിലേക്ക് വരിക. രാത്രി ഈ പാതിര നേരം തൊട്ട് നേരം വെളുക്കുന്നവരെ ഈ 50ഓളം തൊഴിലാളി നമ്മുടെ കൂടെ യാത്ര ചെയ്യാണ്. ആ തോട്ടത്തിൽ എന്റെ സൈഡിൽ വന്ന് കിടന്ന വണ്ടി നേരം വെളുത്തപ്പോൾ വീണ്ടും അയ്യമ്പുഴ സ്റ്റേഷനിലെ പോലീസ് വന്നു. അവർ പറഞ്ഞു നിങ്ങൾ വണ്ടി തടുത്ത് വെച്ചിട്ട് നിൽക്കണ്ട, ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് വന്നു പറഞ്ഞു. വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ ഞങ്ങൾ തടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അയ്യമ്പുഴ സ്റ്റേഷനിലെയും വേറെ പോലീസ് സ്റ്റേഷനിലും 2-3 പോലീസ് വണ്ടികൾ വന്നിട്ടുണ്ടായി. ആ വണ്ടി എടുത്ത് അവർ കൊണ്ടുപോയി. നമ്മൾ ആ വണ്ടിയുടെ മുമ്പിൽ കയറി നിൽക്കാനോ തടുക്കാനോ ഒന്നും പോയില്ല. ബാക്കി 7 വണ്ടീന് അതിന്റെ പുറകെ വന്നപ്പോൾ MPD വന്ന് അവർ കൈകാട്ടി വണ്ടി നിർത്തി ഓവർലോഡിന് ചാർജ് ചെയ്യുകയാണ് ഉണ്ടായത്. നമ്മളിത് ചെയ്തത് അദ്ദേഹത്തിന്റെ പണം കളയാനല്ല, അതല്ലെങ്കിൽ നേതാക്കളെ ആക്ഷേപിക്കാനല്ല. ഈ ബഹുമാനപ്പെട്ട ഈ നേതാക്കളെ ഒരുപാട് വർഷം അയ്യമ്പുഴ പഞ്ചായത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കളാണ്. അവർക്ക് ആ നേതൃത്വം കൊടുത്തേക്കാൾ അധികം ആനുകൂല്യങ്ങൾ ഈ പഞ്ചായത്തിൽ നൽകിയ തൊഴിലാളിയാ ഈ നിൽക്കുന്നതും അവരുടെ പൂർവികരും. ഇനി തന്നെങ്കിലും കാലഘട്ടം മാറിയത് അവരൊന്ന് അറിയണം. നമ്മുടെ പഞ്ചായത്തിൽ 80 കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഡിഗ്രിക്കാരില്ല, ഒരു പോലീസുകാരനില്ല, ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരില്ല. ഇന്ന് എൻ്റെ അടുത്ത് ഇരിക്കുന്ന ആൾ നോക്കിയാൽ നമ്മൾ വിളിച്ചിരിക്കുന്ന ഈ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ കൂടെ ലോഡ് കയറ്റി ഈ കഷ്ടപ്പാടും ദുരിതം അനുഭവിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ തൊഴിലാളികളിൽ ഒരാളായ AK സജീവിന്റെ മകളാണ്. ഈ കാലഘട്ടം മാറിയത് നമ്മുടെ നേതാക്കൾ അറിയണ്ടേ? ഈ അയ്യമ്പുഴ പഞ്ചായത്തിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാരുണ്ടായത് അറിയണ്ടേ? ഇവിടെ ഡോക്ടറും എഞ്ചിനീയറും ഉണ്ടായത് അറിയണ്ടേ? ഇവിടെ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുണ്ടായത് അറിയണ്ടേ? ഇതൊന്നും മനസ്സിലാക്കാതെ കാളവണ്ടി യുഗത്തിലേക്ക് സഞ്ചരിക്കുന്ന പ്രായാധിക്യം എന്ന ഈ നേതാക്കള് വരച്ച വരയിലൂടെ മാത്രമേ അയ്യമ്പുഴയിലെ ജനങ്ങൾ ജീവിക്കണമെന്ന് അവർ ശാഠ്യം പിടിക്കുന്നത് അവസാനിപ്പിക്കുകയും അവരുടെ കണ്ണ് തുറപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ സമരം. ഈ 2 പേരും ഈ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരും കൂടിയാണ്. ഒരു ചെറിയ ഒരു അനക്കം പോലും നമ്മുടെ ഈ പഞ്ചായത്തിനകത്തുള്ള തൊഴിലാളികൾക്ക് വേണ്ടി ഇവരുടെ ഭാഗത്തുണ്ടായില്ല. ശരിക്കും ഇവർ ചെയ്യുന്നത് ഈ ഫാസിസ്റ്റ് ഒരു നയമാണ്. ഫാസിസ്റ്റ് നയം എന്ന് പറഞ്ഞാൽ മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് തൊഴിലടിപ്പിച്ചുകൊണ്ട് അവര് പറയുന്ന അവരുടെ ഒത്താശയോലും അവർ പറയുന്ന ലീഡർഷിപ്പിൽ നിർത്തിക്കൊണ്ട് പിരിവ് കാര്യങ്ങൾ അവരോട് ബലമായിട്ട് മേടിക്കുക. നാളെ പിരിവ് തരില്ല എന്ന് പറഞ്ഞാൽ നീ പഞ്ചായത്തുകാരനല്ല, നിനക്ക് തൊഴിലില്ല എന്ന് പറഞ്ഞാൽ അവർ പിടിച്ചതാണ്. ഈ സമരത്തിന് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നത് നമ്മുടെ മുൻ പ്ലാന്റേഷനിലെ ലീഡർ തങ്കച്ചനെയും അവിടെയുള്ള ടൈറ്റസ് എന്ന് പറഞ്ഞ സഹോദരന്മാരെ 2 തൊഴിലാളികളെ നമുക്ക് അവര് പറഞ്ഞ അവര് ലോഡ് സ്ഥലത്ത് നിന്ന് അവര് ഇത്ര ലോഡ് ഉണ്ടായി നമ്മൾ ചോദിച്ചു. 8 ലോഡ് ഉണ്ടായി ഇന്നലെ, അല്ലെങ്കിൽ മിഞ്ഞാന്ന് 7 ലോഡ് ഉണ്ടായി എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താല് അവര് 2 പേരും ജോലിന്ന് IUCC കൂടി സസ്പെൻഡ് ചെയ്തു. അവർക്ക് പണിയില്ല. പാവപ്പെട്ടവര് ഇപ്പൊ 2 ദിവസമാണ്. എന്ത് നയമാണ്? അതാണ് ഞാൻ പറഞ്ഞത്, ഫാസിസ്റ്റ് നയമാണ് ഇതിന്റെ അകത്ത് രൂപം കൊള്ളുന്നത്. ലോറികളിലെല്ലാം അനുവദനീയമായതിന്റെ 10 മടങ്ങ് ഭാരമാണ് കയറ്റുന്നത്. അമിതഭാരം കയറ്റിപ്പോകുന്ന ലോറികളെ നാട്ടുകാർ തടഞ്ഞു വയ്ക്കുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ചില ലോറികൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴും രാത്രികാലങ്ങളിൽ അമിതഭാരം കയറ്റിയും റൂട്ട് മാറ്റിയും മരം കടത്തൽ നടക്കുന്നതായും പരാതിയുണ്ട്. നിയമലംഘനവും ദുഷ്പ്രവർത്തികളും ചോദ്യം ചെയ്താൽ താലിബാൻ മോഡൽ ഗുണ്ടായിസമാണ് കരാറുകാർ നടത്തിവരുന്നതെന്നും തൊഴിലാളികളും നാട്ടുകാരും പറയുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.